ഞാനൊരു സിനിമ നടിയാവണമെന്ന് വന്ന് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഒരു ഡാൻസ് ടീച്ചർ ആവണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ അതാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ചെറുതിലാണെങ്കിൽ പോലും. ഞങ്ങൾക്ക് ഒരു 7th 8th പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു എയിം ഉണ്ടാവും, ആഫ്റ്റർ 10th ഓർ +2 ഞങ്ങൾക്ക് ഇന്നതാവണമെന്ന്. സോ ആ സമയത്തൊക്കെ ഡാൻസ് ടീച്ചർ ആവുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയൊരു ഒരു ഡ്രീം. സോ അതിനു വേണ്ടി ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, ഡാൻസിന് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. സോ ആ സമയത്താണ് പെട്ടെന്ന് സിനിമയിലേക്കുള്ളൊരു കോൾ അങ്ങനെ ഒരു തിരിഞ്ഞു വന്നത്. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. ഉണ്ടായിരുന്നു തീർച്ചയായും. കാരണം ഞാൻ ഫസ്റ്റായിട്ട് മലയാളത്തിൽ വന്നപ്പം ഞാനൊരു ഫ്രണ്ടിൻ്റെ റോളിൽ മാത്രമായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് കാലങ്ങൾ ഫ്രണ്ടിൻ്റെ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് സിനിമയെ കുറിച്ചൊരു വലിയൊരു ഐഡിയ, എന്താണ് സിനിമ, എന്ത് ക്യാരക്ടേഴ്സ് ചെയ്യണം, ഇന്ന് ക്യാരക്ടേഴ്സ് ചെയ്താൽ ഞങ്ങൾ ബാൻ ആവും, അങ്ങനെ ഒരു ഐഡിയ ഒന്നും എനിക്കില്ല, ആരുമില്ല ബാക്ക്ഗ്രൗണ്ട്. അതായിരുന്നു ഏറ്റവും വലിയൊരു എന്താ പറയുക, എനിക്ക് ഒരു സിനിമ വേണോ എന്നുള്ള ചിന്തിക്കാനുള്ളൊരു കാരണം. സോ ഫസ്റ്റ് സിനിമ വേണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മഞ്ഞുപോലൊരു പെൺകുട്ടിക്ക് ശേഷം പിന്നെയും സിനിമ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും, എൻ്റെ പാരൻസിനും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അലിബായിലെ ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ടുള്ള ഒരു ക്യാരക്ടർ കിങ്ങിണി എന്ന് പറഞ്ഞ റോൾ വന്നപ്പോഴാണ് ചെയ്യാം, നല്ല റോൾസ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വന്നു. പിന്നെ എനിക്ക് തമിഴിൽ ഭരതൻ്റെ കൂടെ നായികയായി വന്നപ്പം ഇച്ചിരി കൂടി കോൺഫിഡൻറ്റ് കൂടി. അപ്പം ചെയ്യാൻ പറ്റും, വേറെ അതർ ലാംഗ്വേജസിൽ നല്ലൊരു സ്റ്റാർസിൻ്റെ കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ മീൻസ് അതിൻ്റെ ഒരു സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞപ്പം ഡയറക്ടർ വാസ് വെരി ഹാപ്പി വിത്ത് മീ. സോ അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പം പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഇങ്ങനെ സിനിമയും കൂടി എൻ്റെ ഡാൻസ് പ്രൊഫഷൻ്റെ കൂടെ ഒത്തുചേർത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ കൂടുതലും അതർ ലാംഗ്വേജസിലായി കോൺസെൻട്രേഷൻ ചെയ്തത്. കാരണം എന്നെ ആദ്യമായിട്ട് നായികയായിട്ട് വിളിച്ചത് തമിഴിൽ നിന്നായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ കന്നഡ പടം ചെയ്തു. അപ്പം പിന്നെ എനിക്ക് മലയാളത്തിൽ നിന്ന് വരുന്ന ഓഫേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഡേറ്റ്സ് കൊടുക്കുന്ന ഒരു സമയമാവട്ടെ, അപ്പം ഇച്ചിരി കൂടി ഞാൻ മലയാളത്തിൽ നിന്നുള്ളൊരു കോൺസെൻട്രേഷൻ കുറഞ്ഞു, വേറെ അതർ ലാംഗ്വേജസിലായി എൻ്റെ കോൺസെൻട്രേഷൻ. പിന്നെ എനിക്ക് ലാലേട്ടൻ്റെ അലിബായിലെ ക്യാരക്ടറിന് ശേഷമാണെങ്കിലും ഇനി മലയാളത്തിൽ ചെയ്യുമ്പോൾ ഒരു നല്ല കഥാപാത്രത്തിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ചുമ്മാ വന്നു പോവുക, അല്ലെങ്കിൽ 3-4 നായികമാരുടെ കൂട്ടത്തിൽ ഒരു നായികയാവുക, അങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇടയ്ക്കൊരു നല്ല 2 പടങ്ങൾ വന്നു. പക്ഷേ അവരുടെ കാരണങ്ങൾ കൊണ്ടും എൻ്റെ കാരണങ്ങൾ കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വെയിറ്റ് ചെയ്തു. മലയാളത്തിൽ മീൻസ് അതർ ലാംഗ്വേജസിൽ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് നല്ല നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെങ്കിലും ഞാൻ മലയാളത്തിലെ സിനിമകൾ ചെയ്യുന്നില്ലെങ്കിൽ പോലും എനിക്ക് സ്ഥിരം പ്രോഗ്രാമുണ്ട്. എന്നെ എല്ലാ അവാർഡ് നൈറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ല നല്ല ഷോസ് ആണെങ്കിലും എനിക്ക് പ്രോഗ്രാം കിട്ടുന്നുണ്ട്. അത് മേ ബി മലയാളികൾ എൻ്റെ ഡാൻസ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജസിൽ ചെയ്യുന്ന പേര് കൊണ്ടായിരിക്കാം. അത് രണ്ടും എനിക്കത് അറിയില്ല എന്താണെന്ന്. സോ ഞാൻ അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു. മലയാളികൾ എന്നെ ഒട്ടും മീൻസ് മുഴുവനായി എന്നെ മാറ്റി നിർത്തിയില്ല എന്നങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. ഷംന എന്ന് പറയുമ്പോൾ ഇനിയൊരു തിരിച്ചു വരവ് നല്ലൊരു സിനിമയിലായിരിക്കണം. ഷംന എന്ന് പറഞ്ഞാൽ അതിലൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറായിട്ട് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വേണ്ടാന്ന് വെച്ച സിനിമകളൊന്നും ഒരു വിജയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് ആ ഒരു എന്താ പറയുക, ഞങ്ങളുടെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്താൽ അത് വിജയമാകുമോ എന്നൊരു സംശയം. സോ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല 2 പടങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ മമ്മിയും ഡാഡിയും കാരണമാണ് ഞാനൊരു ആക്ട്രസ് ആയത്. കാരണം അവർക്കാണ് കൂടുതലും ഇൻട്രസ്റ്റ് ഞാനൊരു ആക്ട്രസ് ആവുക. കാരണം ഞങ്ങൾ മുസ്ലിം കുട്ടി, എൻ്റെ എല്ലാ ചേച്ചിമാരും, ഞാൻ 5ാമത്തെ ആളാണ്. എൻ്റെ ചേച്ചിമാരൊക്കെ നന്നായി പാടും, ഡാൻസൊക്കെ ചെയ്യും. അപ്പം ആരോടും ആ ഒരു ഇൻട്രസ്റ്റ് എടുക്കാതെ എന്നിൽ മാത്രം ഒരു ഇൻട്രസ്റ്റ് എടുത്ത് എന്നെ ഡാൻസ് ആക്കണമെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ് കൊണ്ടുപോയി ചേർത്തത് എൻ്റെ മമ്മിയാണ്. സോ ഈ 2 പേരുടെയും ഇൻട്രസ്റ്റ് ആണ്, കൂടുതലും എൻ്റെ മമ്മിയുടെ ഇൻട്രസ്റ്റ് ആണ് ഞാനൊരു ആക്ട്രസ് ആയത്. അവരുടെ ഒരു എഫേർട്ടിൽ കാരണമാണ്. അപ്പം അങ്ങനെ ഒരു ഇത് ഞാൻ ഇന്നേ വരെ ഫേസ് ചെയ്തിട്ടില്ല. എൻ്റെ മകളിങ്ങനെ സിനിമയിലാണ് ഇപ്പം, അതുകൊണ്ട് അത് വേണോ, അങ്ങനെ അവർക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം അവർ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, എൻ്റെ അടുത്ത് എപ്പോഴും എനിക്ക് അഡ്വൈസസ് എപ്പോഴും ചെയ്യും. കാരണം ആക്ട്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് ഡെവിൾസ് കയറി വരാമെന്ന് പറയാൻ പറ്റില്ല. സോ ആ ഒരു ടെൻഷൻ എല്ലാ ഫാമിലീസിലും ഉണ്ടാവാറുണ്ട്. പക്ഷേങ്കിൽ ഞാനൊരു ഭയങ്കര ഫാമിലി ഗേളാണ്. ഞാൻ വളർന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും എനിക്കിപ്പോഴും എൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞൊരു ഇഷ്ടം എനിക്കില്ല. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ പാരൻസ് ഡിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരും ചേട്ടനും ഡിസൈഡ് ചെയ്യും. സോ അതിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്.
എനിക്കറിയില്ല ഇങ്ങനെ ഒരു റീമേക്ക് പടം എടുക്കുന്ന കാര്യം. പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു കോൾ വന്നു. എന്നെ വിളിച്ചത് ഡയറക്ടർ ഓഫ് ദ ഫിലിമാണ് സന്തോഷ് ചേട്ടൻ. അന്ന് എനിക്കറിയില്ല സേതുമാധവൻ സാറിൻ്റെ മകനാണ് സന്തോഷ് ചേട്ടൻ. അപ്പോൾ ചട്ടക്കാരി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ജൂലി എന്ന് പറഞ്ഞപ്പം സോങ്, ഹിന്ദി ജൂലിയുടെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ജൂലി ഐ ലവ് യു. സോ അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഓക്കെ എനിക്ക് 2 ദിവസം ടൈം താ. പിന്നെ ഞാൻ അതിൻ്റെ CD എടുത്ത് കണ്ടപ്പം എനിക്ക് തോന്നി ഒരു ഹീറോയിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ് ജൂലി. ഇച്ചിരി ഗ്ലാമറസ് ആണെങ്കിൽ പോലും ഗ്ലാമർ എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള, ചട്ടക്കാരിക്ക് എന്താണ് ആവശ്യം, അല്ലാതെ ഒരു എക്സ്ട്രാ ആഡഡ് മസാല ചട്ടക്കാരിക്കില്ല. ഒരിക്കലും ചട്ടക്കാരിക്ക് സാരിയിലോ സെൽവാസിലോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു ഡിഫറൻസ് മാത്രമേ ഈ ജൂലിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഹീറോയിനെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് ആ സിനിമ കണ്ടപ്പോൾ. 1974 ലക്ഷ്മി മാമിന് പേര് കൊടുത്തൊരു സിനിമയാണ് ചട്ടക്കാരി. ഒരു നല്ല ക്ലാസിക് ഹിറ്റ് ഫിലിമായിരുന്നു. സോ അത് കിട്ടിയപ്പം എനിക്ക് തോന്നി ചെയ്യണം, എന്തായാലും ചെയ്യണം. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഒരു വലിയൊരു എന്താ പറയുക ലക്കായിട്ട് തോന്നും. രേവതി കലാമന്ദിർ അവരുടെ 2 പടങ്ങളും ഹിറ്റായിരുന്നു. പിന്നെ അവർ ഒരുപാട് ന്യൂ കമേഴ്സിന് ബ്രേക്ക് കൊടുത്ത ഒരു പ്രൊഡ്യൂസറാണ് സുരേഷ് ചേട്ടൻ. അവരെ കാണണ്ടെന്നാണ് ഫസ്റ്റ് ഞാൻ ഇത് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് കാണണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാനത് കാണാൻ കാരണം എന്താണ്, എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് അറിയണമായിരുന്നു. ചട്ടക്കാരി എന്ന് പറഞ്ഞപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇറ്റ്സ് എ വെരി ഗ്ലാമറസ് ഫിലിം. അപ്പോൾ എന്ത് ഗ്ലാമറസ് ആണോ, ഒരുപാട് ഗ്ലാമറസ് ഒരിക്കലും ഒരു നല്ലൊരു സിനിമയിൽ ഉണ്ടാവില്ല. പിന്നെ അങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ വരാറുമില്ല. സോ എന്തായാലും എനിക്ക് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പം ഐ ഫെൽറ്റ് ഐ വോണ്ട് ടു ഡു ദിസ് ക്യാരക്ടർ. ഒരിക്കലും എനിക്ക് കമ്പയർ ചെയ്യാൻ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. കാരണം ഒരിക്കലും ലക്ഷ്മി മാമിനെ പോലെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ 1974 ജൂലി വേറെയും 2012 ജൂലി വേറെയും ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു ഐ ഡിഡ് എൻ്റെ ഒരു മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഒരു ന്യൂ കമ്പേഴ്സിനും അതിൻ്റെതായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിപ്പം പറയേണ്ടത് ഓഡിയൻസ് ആണ്. പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അതൊരു വേറെ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ആയിരിക്കും. 1974 ആക്ടിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വ്യത്യാസമാണ്. സോ ഇപ്പോഴത്തതും നമുക്ക് അപ്പോഴായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗോഡ് ഗ്രേസ് എന്താ നടക്കും എന്നറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പറയുന്നൊരു എനിക്ക് തോന്നുന്നു ഈ എല്ലാവരും അങ്ങനെയല്ല, മേ ബി 50-50 എന്ന് പറയാം. ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസും ഉണ്ട്, ഇത് ഇഷ്ടപ്പെടാത്തൊരു ഓഡിയൻസും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല കഥാപാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ച് ഞാൻ ഇതിനൊരു ബ്രാൻഡ് മീൻസ് ചട്ടക്കാരിയായിട്ട് ബ്രാൻഡ് ആവുകയല്ല. ഇതിനൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഈ സിനിമ കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ ഒരു ബ്രാൻഡ് ആയി പോവോ, ലൈക്ക് എന്താ പറയുക ഗ്ലാമറസ് സ്റ്റൈൽ ഓഫ് ആക്ടിങ് വരുമോ. പക്ഷേങ്കിൽ ഞാൻ അറ്റ് ദ സെയിം ടൈം ഇച്ചിരി കൂടി ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ് തമിഴ്, തെലുഗു. ഞാനിപ്പോൾ 2 ലാംഗ്വേജിലും ഓരോ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഞാൻ ചെയ്യുന്ന പടത്തിൽ വിതൗട്ട് മേക്കപ്പ് വില്ലേജ്, അത്രയും പ്യുവർ വില്ലേജ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. തെലുഗുലാണെങ്കിൽ ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ഒരു വൈഫ് റോളാണ്. ഇറ്റ്സ് എ ഹൊറർ ഫിലിം, ഇറ്റ്സ് എ പ്യുവർ ഹീറോയിൻ ഓറിയൻറ്റഡ് ഫിലിം. സോ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യണം, ഇങ്ങനത്തെ വില്ലേജും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ലെവൽ എനിക്ക് വരാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ സംസാരിക്കുന്നത് ഇപ്പം അങ്ങനെ ഞങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു റോൾസും ചെയ്യാൻ പറ്റില്ല. എല്ലാ റോൾസിനും അതിൻ്റെതായ ഫോൾസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഡേർട്ടി പിക്ചർ, ഈവൻ ഷി വോൺ നാഷണൽ അവാർഡ് ഫോർ ദ ഫിലിം. ആ പടത്തിന് ഓൺലി ഫോർ ദ ഗ്ലാമറസ് സൈഡിന് ഒരിക്കലും ആരും ഒരു നാഷണൽ അവാർഡ് കൊടുക്കില്ല. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഷീ ഡിസേർവ് മോർ ദാൻ ദാറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഗ്ലാമറസ് അതിൻ്റെ ഒരു ഭാഗമാണ്. അത് ഷീ വാണ്ടഡ്ലി ചെയ്തതല്ല, ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതല്ല. ആ ക്യാരക്ടർ അങ്ങനെയാണ്. പിന്നെ അതിൻ്റേതായ എല്ലാ ഒരു സ്റ്റോറി ലൈനും ഉണ്ട്. അതുപോലെയാണ് എല്ലാ സിനിമകളും എല്ലാത്തിനും. സംടൈംസ് ചില ഹീറോയിൻസ് അതിനോട് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് വില്ലേജ് റോൾസാണ് ചെയ്യാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പം മാറി. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു 2012 ഞാൻ ചെയ്ത റോൾ ഒരിക്കലും ഗ്ലാമറസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഫ്രോക്സ് നോർമലി ഇപ്പോൾ കോൺവെന്റ് ജംഗ്ഷനിലും നോർമലി കുട്ടികൾ ഇട്ട് നടക്കുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ അത് സ്ക്രീനിൽ കാണുമ്പോൾ ചില ആൾക്കാർക്ക് അയ്യോ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമായിരിക്കും. പക്ഷെ മോറോവർ ഇറ്റ്സ് എ ക്യാരക്ടർ, അത് മാത്രമേ ഞാൻ ബിലീവ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു ക്യാരക്ടേഴ്സും മിസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എക്സ്ട്രീംലി മോഡേൺ ആവാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല അതെനിക്ക് മാച്ച് ആവുമെന്ന്. പക്ഷേ
ആ ക്യാരക്ടർ ഞാൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. ബിക്കോസ് ആ ക്യാരക്ടർ വാണ്ട്സ് ദാറ്റ്. എന്നാലേ അത് നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആണ് അതാണ് ഓഡിയൻസിൻ്റെ കംഫർട്ടബിൾ ലെവൽ. ഇപ്പം ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടോ ഞാൻ ഒരുപാട് കംഫർട്ടബിൾ അല്ലാതെ ഇങ്ങനെ സ്ക്രീനിൽ നിന്നാൽ അത് തീർച്ചയായിട്ടും സ്ക്രീനിൽ ഓഡിയൻസിനും ഫീൽ ചെയ്യും, അയ്യോ ആ കുട്ടി ആ ഡ്രസ്സ് ഇട്ടിട്ട് ഒരിക്കലും കംഫർട്ടബിളേ അല്ല, അല്ലെങ്കിൽ ആ സീൻ ചെയ്യാൻ ആ കുട്ടിക്ക് കംഫർട്ടബിൾ അല്ല. അപ്പം എനിക്ക് പരിമിതികൾ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ആൾക്കാരെ പേടിച്ച് ഇന്നത് എടുക്കില്ല ഇന്നതെടുക്കും അങ്ങനെയില്ല. എൻ്റെ ഇഷ്ടങ്ങളാണ് ഞാൻ കൂടുതലും ബിലീവ് ചെയ്യുക. എനിക്ക് തോന്നുന്നു അത് എൻ്റെ റൈറ്റ് ചോയ്സസ് ആണ്. ഇപ്പം ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്, പക്ഷെ ഞാനിപ്പം വെസ്റ്റേൺ ഡാൻസ് ഒരുപാട് ചെയ്യുന്നു. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറായിട്ട് വെസ്റ്റേൺ പെർഫോമൻസ് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പം അതിൻ്റേതായ ഒരു എന്താ പറയുക എൻ്റെ ഇഷ്ടങ്ങൾ കൂടി ഞാൻ എടുക്കും. കൂടുതൽ എൻ്റെ ഇഷ്ടങ്ങളാണ് ഞാൻ ഇൻട്രസ്റ്റിലേക്ക് പോവുക. അങ്ങനെ ഒരിക്കലുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കഥാപാത്രങ്ങൾ തന്നത് എന്നെ തമിഴിൽ നിന്നാണ്. അപ്പം ഒരിക്കലും അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് എവിടെ നിന്നാണ് നല്ല റോൾസ് വരിക അവിടെ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം മലയാള സിനിമ കിട്ടാതിരുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്, കാരണം മലയാളിത്തം കുറവായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയില്ല. ഇപ്പം എനിക്ക് നല്ല കഥാപാത്രങ്ങൾ അതർ ലാംഗ്വേജസിൽ കിട്ടുന്നുണ്ട്. അപ്പം ഒരിക്കലും മലയാളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുക അങ്ങനെയില്ല. പക്ഷെ മലയാള സിനിമ ചെയ്യുമ്പം അതിൻ്റെതായ ഒരു സുഖം ഉണ്ട്. കാരണം ഒരു മാതൃഭാഷയിൽ സ്വന്തം ലാംഗ്വേജിൽ ചെയ്യുക, അത് ആൾക്കാർ കാണുക, അതിൻ്റെ ഒരു സുഖം വേറെ ലാംഗ്വേജിൽ കിട്ടില്ല. എന്നാലും എനിക്ക് എല്ലാ ലാംഗ്വേജും ഒരുപോലെ കംഫർട്ടബിൾ ആണ്. തീർച്ചയായിട്ടും അല്ല. ഞാനൊരു സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് അതിൻ്റെ എന്താ പറയുക ഞാനൊരു ഡിസിഷൻ എടുക്കുന്നത്. എൻ്റെ കഥാപാത്രം മാത്രമല്ല, ഓൾ ടുഗെദർ ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ്. പിന്നെ ഒരു ബാനർ അത്യാവശ്യമാണ്, പക്ഷെ ഇപ്പം ഒരുപാട് പുതിയ ബാനേഴ്സ് വരുന്നുണ്ട്, അവരുടെ സിനിമകളും ഹിറ്റാണ്. പുതിയ ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടിയും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അറ്റ് ദ സെയിം ടൈം അപ്കമിങ് ഡയറക്ടേഴ്സ്, കാരണം അവർ ഒരുപാട് പുതിയ ട്രെൻഡ്സ് അല്ലെങ്കിൽ പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവരും സിനിമയിൽ. സോ ആ രണ്ട് ഡയറക്ടേഴ്സിൻ്റെ അടുത്തും വർക്ക് ചെയ്യാൻ എനിക്ക് ഒരുപോലെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മളൊരു ഡയറക്ടർ സിനിമ പറയുമ്പം തന്നെ, സ്ക്രിപ്റ്റ് പറയുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു പുതിയ ഡയറക്ടർ എങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ സിനിമ എടുത്ത് തീരണമെങ്കിൽ കാശ് അത്യാവശ്യമാണ്. അപ്പം നല്ല പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കണം, അതൊരു ഘട്ടം തന്നെയാണ്. അപ്പം ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക സ്ക്രിപ്റ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരുപാട് സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ഞാൻ ഇപ്പം എന്താ പറയുക, എല്ലാവരും വർക്ക് ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ടാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കാശ് കാരണം നല്ല കഥാപാത്രങ്ങൾ മിസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്താ പറയുക, നല്ല സ്ക്രിപ്റ്റാണ്, അത്രയും റെമ്യൂണറേഷൻ അവർക്ക് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഓക്കെ പറയും. ഞാൻ ഏത് സ്ക്രിപ്റ്റ് കേട്ടാലും എൻ്റെ പാരൻസായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. കൂടുതലും എൻ്റെ മമ്മിയും ചേച്ചിയായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കും. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആരെങ്കിലും ഒരാളായിട്ട് എന്തായാലും ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. മേ ബി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് ആയിരിക്കും. പക്ഷെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. സിനിമയോട് അങ്ങനെ ഒരു വലിയ ക്രേസ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് ഇല്ല. ക്രേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാൻസാണ് എൻ്റെ പാഷൻ. എനിക്ക് ഡാൻസർ ആവാമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ചെറുതിൽ മുതലാണെങ്കിലും ഞാൻ ഡാൻസിന് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജസ് ചെയ്യണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുഞ്ഞിലെന്ന് പറയുന്നത് എൻ്റെ സ്ക്രീനിൽ ഒരു പ്രാവശ്യം എൻ്റെ ഡാൻസ് വരണം. ഇത്ര മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മേ ബി അത് കോറസ് ഡാൻസർ ആയിട്ടാണോ, അത് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇല്ല, ഞാനിപ്പം എൻജോയ് ചെയ്യുന്നത്, ഇപ്പം പണ്ടാണെങ്കിൽ ഷംന കാസിം എന്ന് പറയുമ്പം ആൾക്കാരുടെ കൈയടി കുറച്ച് കുറയുമായിരിക്കും, കാരണം അത്രയും ആൾക്കാർക്ക് എന്നെ അറിയില്ല. ഇപ്പം സിനിമ കാരണം ഷംന കാസിം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കൈയടി ഒന്നും കൂടി കൂടും. അപ്പം അത് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. പിന്നെ സിനിമാ ജീവിതത്തിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് അങ്ങോട്ട് മാറിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഷംനയ്ക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഷംന തന്നെയാണ്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്ത് പോവാണ്, അതിനൊരു വ്യത്യാസവും എനിക്ക് വന്നിട്ടില്ല. ചില ആൾക്കാർ എന്നെ
കണ്ടാൽ മനസ്സിലാക്കുക പോലും ഇല്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും, നീ ഒരു സെലിബ്രിറ്റിയാണ്, കുറച്ച് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ വരണം. കാരണം ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്നോട് ചോദിക്കുന്ന ഫ്രണ്ട്സ് എൻ്റെ അടുത്തുണ്ട്. പിന്നെ അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ പണ്ടത്തെ ഷംനനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം ഇച്ചിരി കൂടി ടെൻഷൻസ് ഉണ്ട് ലൈഫിൽ. അതെനിക്കറിയില്ല, അത് നിങ്ങളാണ് പറയണത്. എനിക്ക് അഹങ്കാരം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് നിങ്ങൾ ചാനൽസ് പറയാം, പത്രത്തിലെ ആൾക്കാർ പറയാം, അതുപോലെ ഓഡിയൻസ് പറയണം. അതെനിക്കറിയില്ല എനിക്ക് അഹങ്കാരം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ ഇച്ചിരി കൂടി മെച്യൂർഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്താ അറിയില്ല അതെന്ത് കാരണം കൊണ്ടാണ്. ഇപ്പം ഏതൊരു കാര്യം ഞാൻ ഡിസിഷൻ എടുക്കുമ്പം പണ്ടത്തെ പോലെ ഒരു കുട്ടിക്കളി ഇല്ല, അതൊക്കെ പോയി കഴിഞ്ഞു എന്ന് ഫീലിംഗ് ഉണ്ട് എനിക്ക് തന്നെ. പക്ഷെ വീട്ടിലെന്നും ഞാൻ കുട്ടി തന്നെയാണ്. ബട്ട് അല്ലാതെ ഇരിക്കുമ്പം ആ ഒരു കുട്ടിത്തരൊക്കെ മാറി ഇപ്പം ഇച്ചിരി കൂടി മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ മാറ്റങ്ങൾ എനിക്കറിയില്ല, എന്തൊക്കെ മാറ്റം വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മിക്ക ബിഗ് ആർട്ടിസ്റ്റിൻ്റെ കൂടി ഞാൻ ഒരു ക്യാരക്ടർ റോൾസ് ആണെങ്കിലും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം തമിഴിലാണെങ്കിൽ KR വിജയമ്മ, ഇവരുടെ കൂടെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രഭു സർ, അങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ. അപ്പം എനിക്ക് തോന്നിയത് ഒരുപാട് ക്ലാസ്സസ് അവരെടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ സിനിമ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് ആയിരിക്കണം, പക്ഷേ ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ ആർട്ടിസ്റ്റ് ആവരുത്. ഇത് തന്നെയാണ് എല്ലാവരും എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ചേട്ടൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി കളർഫുൾ ലൈഫ്. എന്ത് വേണമെങ്കിലും വാങ്ങാം, നമുക്കൊരു ഫ്രീഡമായി. പക്ഷെ അതിനൊക്കെ ഒരു എന്താ പറയുക കൺട്രോൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഇപ്പം ജീവിക്കുന്ന പോലെയല്ല എന്നും ഉണ്ടാവുക നമ്മുടെ ലൈഫ്. അതൊരു എന്താ പറയുക ഈ തോണി പോലെ ഇങ്ങോട്ട് മാറും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചീത്തപ്പേര് വാങ്ങാൻ ജസ്റ്റ് 1 സെക്കൻഡ്, ബട്ട് നല്ല പേര് വാങ്ങാൻ ടു ടേക്ക് എ ലോങ് ടൈം. സോ അതെപ്പോഴും എൻ്റെ മൈൻഡിൽ, അത് എൻ്റെ ആർട്ടിസ്റ്റ് മാത്രമല്ല എൻ്റെ ഡാഡിയും എന്നും എനിക്ക് തരുന്നൊരു അഡ്വൈസ് തന്നെയാണ്. ചീത്തപ്പേര് വാങ്ങാൻ 1 മിനിറ്റാണ്. ആൻഡ് ജെൻസിന് എന്തും ചെയ്യാം. ജെൻസ് ഇസ് ഫ്രീ ബേർഡ്സ്. അവർക്കെന്ന് പറയുന്നത് അവരുടെ ലൈഫ് എന്തും എൻജോയ് ചെയ്യുന്നൊരു ഇതാണ്. പക്ഷേ എങ്കിൽ ലേഡീസ് എന്ന് പറയുന്നത്, ഗേൾസ് എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കണം ലൈഫിൽ. ഇപ്പം നമുക്ക് ഒരുപാട് കാശുണ്ട്, എല്ലാ ഫെസിലിറ്റീസും എന്ന് പറഞ്ഞാൽ പോലും ഒരു പെൺകുട്ടിക്ക് അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് എന്തിലും ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. അതിപ്പം എന്നെ വളർത്തിയ പാരൻസ് ആണെങ്കിലും എന്നെ പഠിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഇവരൊക്കെ ഇത്രയും വലിയ ആർട്ടിസ്റ്റായിട്ട് പോലും ടൈമിങ് ഒരുപാട് പഞ്ച്വാലിറ്റി, ലൈക്ക് അവർ വരുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാം, അങ്ങനെ ഒരു അവർ അത്രയും വർക്ക് ചെയ്തു. പക്ഷേ എങ്കിൽ അവരിപ്പോൾ ഒരു 7 o'clock പറഞ്ഞാൽ 7 o'clock വന്നിരിക്കും. ഇപ്പം നമ്മളെപ്പോലത്തെ ഇപ്പോൾ അപ്കമ്മിങ് ആർട്ടിസ്റ്റിനും ചെറിയൊരു പ്രോബ്ലം ഉള്ളത് ഉറക്കം, ജിമ്മിന് പോവുക. ഇത് കാരണം കൊണ്ടെങ്കിൽ ഞങ്ങൾ മേ ബി ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുക ഒരു കാര്യം. അല്ലെങ്കിൽ പഞ്ച്വാലിറ്റിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മെയിൻ ഘടകം സിനിമയിൽ വേണ്ടത്. അത് ഞാൻ കണ്ടിരിക്കുന്നത് എല്ലാ ആർട്ടിസ്റ്റിലും കണ്ടിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഇപ്പം എനിക്കൊരു എക്സ്പീരിയൻസ്, വിജയമ്മ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെയൊക്കെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഇത്തിരി ഇറിറ്റേഷൻ വരാറുണ്ട്. ഇപ്പോൾ കാരവനും എന്ത് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും രാവിലെ വന്നതാണല്ലോ, പിന്നെന്താ ഇത്രയും നേരമായിട്ടും ഷോട്ട് എടുക്കാത്തതെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ ദിവസം വിജയമ്മ രാവിലെ വന്നിട്ട് ഈവനിങ് 5 o'clock ഷോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പുള്ളിക്കാരിയുടെ ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ, ആ ഒരു ഇരുത്തമാണെങ്കിലും ഒരു ഭയങ്കര എനർജറ്റിക് ഫീലാണ്. ഒരാളോട് പോലും ഇത്രയും നേരമായിട്ട് എൻ്റെ ഷോട്ട് എടുത്തില്ല എന്ന് ചോദിക്കില്ല. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. എനിക്ക് ഗോസിപ്സ് ഞാൻ കേൾക്കാറുണ്ട്. മേ ബി സിനിമയിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഗോസിപ്സ് ഉണ്ടാവാറുണ്ട്. അവർ തമ്മിൽ വരുന്ന ഗോസിപ്സ് എൻ്റെ ചെവിയിൽ എത്താറുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു വെളിയിൽ ഗോസിപ്സ് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. ആരും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അഭിനയിക്കുന്ന ഹീറോസിൻ്റെ കൂടെ സംടൈംസ് അവർ നമ്മൾ ഫ്രണ്ട്സ് പോലെ ആയിരിക്കും. മേ ബി നമ്മൾ അന്ന് ബൈ മിസ്റ്റേക്ക് റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടുണ്ടാകും. പക്ഷെ വെളിയിലത്തെ ആൾക്കാർ ഇവർ രണ്ടുപേരും വന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ കണ്ട് എഴുതുന്നു. പിന്നെ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റിന് എല്ലാവർക്കും ഒരു കാര്യം, പണ്ടത്തെ പോലെ അവർ പുറത്തു പോകാൻ പേടിയില്ല.
എല്ലാവരും ഫ്രണ്ട്സിനെ പോലെ ഇപ്പം എല്ലാ ആർട്ടിസ്റ്റിനും എല്ലാ മോൾസിലും കാണാൻ പറ്റും. അപ്പം നമ്മൾ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു ഗോസിപ്പ് വരാമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു യൂസ് ടു ആയി. ഇപ്പം ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഒരു പടം ഹിറ്റാക്കണമെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു ഗോസിപ്പ് ഇറക്കും. സിനിമ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം രണ്ടാമത്തെ പടത്തിൽ ഹീറോ ആയിട്ടായിരിക്കും. സോ അതൊരു യൂസ് ടു സംഭവമാണ്. പിന്നെ നന്നായിട്ട് മിങ്കിൾ ചെയ്ത് അഭിനയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞുണ്ടാക്കും, ഓ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. അതൊരു യൂസ് ടു ആണ്. അതൊന്നും എനിക്ക് കെയർ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഹേർട്ട് ചെയ്ത് ഒരുപാട് ഗോസിപ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സിനിമയിൽ അകത്ത് വരുന്ന ഗോസിപ്സ്. ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് വലിയ അഹങ്കാരിയൊക്കെയാണ്. പക്ഷേ എന്നെ നേരിട്ടറിയുമ്പം പറയും, അയ്യോ ഞങ്ങൾ വിചാരിച്ചു ശബ്ദം ഭയങ്കര അഹങ്കാരിയാണ്, പക്ഷേ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഷീ ഈസ് വെരി സോഫ്റ്റ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനുള്ള എല്ലാ പ്രശ്നവും ഇൻക്ലൂഡിങ് ഞങ്ങളൊക്കെ എന്താ പറയുക, ജീവിക്കുന്നത് ഒരു ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കളർഫുൾ വേൾഡിലാണ്. അപ്പം ഞങ്ങളൊന്നും ഒരുപാട് കഷ്ടങ്ങൾ അറിയാത്ത കുട്ടികളായിരിക്കണം സിനിമയെക്കുറിച്ച്. ഇവരൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ, മമ്മൂക്കി ഇവരൊക്കെ ഒരുപാട് അഭിനയിച്ച് ഒരുപാട് വാട്ട് ഇസ് സിനിമ എല്ലാത്തിനും ആൻസേഴ്സ് കൊടുക്കേണ്ട ആൾക്കാരാണ്. സോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവരെ എന്താ പറയുക മാതൃകയായിട്ട് കാണുന്ന ഒരു വലിയൊരു ഇത് തന്നെയാണ്. ആൻഡ് പഞ്ച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇപ്പോഴത്തെ വരുന്ന യങ്സ്റ്റേഴ്സിന് കുറ്റങ്ങൾ പറയാമല്ലോ. ഇപ്പോൾ ഈവൻ ഞാനും യങ്സ്റ്റർ തന്നെയാണ്. എനിക്കും ഇതിൻ്റെതായ കുറച്ച് ഞാനും ഈ കൂട്ടത്തിൽ തന്നെയാണ്. മേ ബി ലേസിയാണ്, സംടൈംസ് പ്രാക്ടീസിന് പോവില്ല, ഇടയ്ക്ക് ഷൂട്ടിങ്ങിന് ലേറ്റായിട്ട് ഞാനും പോവാറുണ്ട്. അതൊക്കെ ഞങ്ങൾ മാറ്റണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളും മീൻസ് ഒരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് ഹാർഡ് വർക്ക്. ഒരാളുടെ വർക്കല്ല, ഒരുപാട് ആൾക്കാരുടെ കഠിനാധ്വാനം ആ സിനിമയിലുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് സിനിമ. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ പ്രൊഫഷനും. നമ്മൾ എത്രത്തോളം അതിൽ നന്മ കാണിക്കുന്നു അത്രത്തോളം നന്മ നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. കുറഞ്ഞാൽ ഫേസ് ചെയ്യണം. കുറഞ്ഞാൽ പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ അത് എന്നുമുണ്ട്. കാരണം ഓരോ എന്താ പറയുക, ഈ ചാകര വരുന്ന പോലെയാണ് ഹീറോയിൻസ് വരിക എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ഓരോ പടങ്ങൾ ഇറങ്ങുമ്പം പുതു മുഖങ്ങളായിരിക്കും ഞങ്ങൾ കാണുന്നത്. മേ ബി അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, ഫെയിം മാത്രമാണ്. ചില ഹീറോയിൻസ് ഞാൻ 2-3 പടത്തിൽ കാണും, പിന്നെ കാണാനില്ല, കല്യാണം കഴിച്ച് പോവുക, അങ്ങനെ വരുന്ന ഹീറോയിൻസും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് വന്നൊരു കുട്ടിയാണ്. അല്ലാതെ ഞാൻ സ്റ്റെപ്പിൻ വെച്ചവിടെ ആക്ട്രസ്, ഹീറോയിൻ അതിലേക്ക് വന്നത് ഒരു കുട്ടിയേ അല്ല. സോ എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സിനിമയിൽ വന്നപ്പോഴും ഞാൻ ഡാൻസിൽ വന്നപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കുറേയൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. കുറച്ച് ഹാർഡ് വർക്ക്സ് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവസരങ്ങൾ കുറഞ്ഞാൽ ഫേസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഐ തിങ്ക് എനിക്കൊരു ക്യാരക്ടർ തന്നാൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. നല്ല കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അതിനോട് ജസ്റ്റിസ് ചെയ്തിരിക്കും. അല്ലാതെ ഞാനൊരു സിലി ഗേൾ അല്ല. ലൈക്ക് ടൈം പാസിന് വേണ്ടി സിനിമയിലോ ഡാൻസ് പ്രൊഫഷനോ എടുത്തിരിക്കുന്ന കുട്ടിയല്ല. സിനിമയാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് എന്താ പറയുക, എൻ്റെ സത്യമായി എൻ്റെ ചോറാണ് ഇത് രണ്ടും. എൻ്റെ ഡാൻസും എൻ്റെ സിനിമയും എൻ്റെ ചോറ് തന്നെയാണ്. സോ അതിന് ഞാൻ ഒരുപാട് ജസ്റ്റിസ് കാണിച്ചിരിക്കും. അപ്പം ഒരിക്കലും ഞാൻ കളി തമാശയ്ക്ക് സിനിമയും ഡാൻസും എടുക്കില്ല.